എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ലൈഫ് ട്രാക്ക് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പല സുഹൃത്തുക്കളും എന്നോട് വാട്സപ്പ് മുഖാന്തരവും മെസ്സേജ് മുഖാന്തരം കോൾ വിളിച്ചും ഇങ്ങനെ പല രീതിയിലും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് D+ ഉണ്ടെങ്കിൽ ആർമിയിലേക്ക് സെലക്ഷന് പോകാൻ പറ്റുമോ എന്നത്. ഈയൊരു വിഷയത്തിൽ എനിക്ക് ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ 4-5 കോളിൻ്റെ അടുത്ത് ഇന്നൊരു ദിവസം കൊണ്ട് മാത്രമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. തൊഴിൽ സംബന്ധമായ ഏറ്റവും പുതിയ വാർത്തകൾക്കായി ലൈഫ് ട്രാക്ക് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഓൾ എനേബിൾ ചെയ്തിടുക. അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, അഥവാ ലൈഫ് ട്രാക്ക് മലയാളം ചാനലിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് യുവാക്കളെയും പിന്നെ തൊഴിൽ തേടുന്ന ആൾക്കാരെയും ഒരു ലൈഫ് ട്രാക്ക് അഥവാ അവരെ ലക്ഷ്യത്തിൽ എയിമിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവുന്ന എല്ലാവിധ സംശയവും ഞാനുമായി ഷെയർ ചെയ്യാവുന്നതുമാണ്. തീർച്ചയായും എന്നോട് ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതുമായിരിക്കും. പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും കോൾ ചെയ്തുള്ള ഒരു സംശയ നിവാരണം മാക്സിമം ഒഴിവാക്കുവാൻ തന്നെ നിങ്ങൾ നോക്കുക. നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ അല്ലെ എൻ്റെ കമൻറ്റ് ബോക്സിലോ ഒക്കെ ഇടുന്ന ഏതൊരു സംശയത്തിനും ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. അഥവാ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണലായിട്ടും കോൺടാക്റ്റ് ചെയ്യാം. തീരെ ഒരു ബുദ്ധിമുട്ട് നേരിട്ടാൽ മാത്രം എന്നെ കോൾ ചെയ്യുക. കാരണം ഞാൻ പല ബിസിനസ് തിരക്കും അങ്ങനെ പല തിരക്കിലും പോയിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ കോൾ വരുന്നത്. അപ്പോൾ എനിക്കും അതൊരു ബുദ്ധിമുട്ടാവുന്നതാണ്. എന്നിരുന്നാലും ഫ്രണ്ട്സ്, ഈ ഒരു സമയത്ത് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. അപ്പോൾ തന്നെ ഞാൻ കോളുകളെല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലായതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ വലിയൊരു തിരക്കൊന്നും ഇല്ലാത്തൊരു ടൈം ആയതുകൊണ്ട് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. D+ ഉണ്ടെങ്കിൽ ആർമിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നു പല സുഹൃത്തുക്കളുടെയും സംശയം. തീർച്ചയായും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേങ്കിൽ അതിന് ഒരു കടമ്പ നിങ്ങൾ കടക്കണം. അത്ര മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ളൂ. അതെന്ന് വെച്ചാൽ നിങ്ങളുടെ D+ൻ്റെ ശതമാനം എത്രയാണെന്ന് അറിയുകയാണ് നിങ്ങളുടെ മുമ്പിലുള്ളൊരു തടസ്സമായി നിൽക്കുന്നത്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഇന്ത്യൻ ആർമിയുടെ റിക്രൂട്ട്മെൻറ്റിന് പോകാവുന്നതുമാണ്. അതിനായി നിങ്ങൾ വേണ്ടത്, അഥവാ D+ൻ്റെ ശതമാനം അറിയാൻ നിങ്ങൾ വേണ്ടത്, തിരുവനന്തപുരം പരീക്ഷാ ഭവനിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ മാർക്ക് ഷീറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത്ര ശതമാനം ഓരോരോ സബ്ജക്റ്റിനും ഉണ്ട് എന്ന് കാണിച്ചുള്ള മാർക്ക് ഷീറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഓരോരോ വിഷയത്തിനും 33% മുകളിൽ ഉണ്ടെങ്കിൽ, അഥവാ D+ കിട്ടിയ സബ്ജക്റ്റിന് 33%ൻ്റെ മുകളിൽ ഒരു ശതമാനം നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അപ്ലൈ ചെയ്യാനാവുന്നതാണ്. ഒരു D+ൻ്റെ ഗ്രേഡ് വരുന്നത്, അഥവാ ശതമാനം വരുന്നത് 30 മുതൽ 35 വരെയാണ്. അപ്പോൾ 33-ന് മുകളിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ D+ ഉള്ള സുഹൃത്തുക്കൾ തീർച്ചയായും മാർക്ക് ലിസ്റ്റ് കൈവശം വെക്കാൻ ശ്രമിക്കുക. മാത്രമല്ല, റാലിയുടെ സമയത്തും ഇത് കൈമ ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് കൂടുതലായി ഇനി എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. അവിടുന്ന് തീർച്ചയായും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ചെയ്യുക. കാരണം ഇതേപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുവാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. മാത്രമല്ല ഫ്രണ്ട്സ്, ഇതിനു മുമ്പ് ഞാനൊരു തൊഴിൽ സംബന്ധമായ ഒരു വാർത്ത അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ. അത് നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കുക. കാരണം 8ാം ക്ലാസ് മുതൽ മുകളിലേക്കുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിൽ സാധ്യതയാണത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ എൻഡ് സ്ക്രീനിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ തീർച്ചയായും അതും കാണുക.